കലോത്സവത്തിന് തൃശ്ശൂർ എത്തുന്നവർക്കെല്ലാം ഇനി സേഫായി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം. അതെ, കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തിക്കൊണ്ട് പോലീസ് രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ സേഫ് ഓട്ടോ എന്ന പദ്ധതി ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടാത്ത ഓട്ടോ ഡ്രൈവർമാരെ മാത്രം നിരത്തിലിറക്കിക്കൊണ്ട് അവർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള എങ്ങനെ പെരുമാറണം എന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ചേട്ടാ, ഓട്ടോ സേഫ് അല്ലേ? അപ്പോ ഗവൺമെന്റിന്റെ ഒരു പോലീസ് രൂപരേഖയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായം, ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഈ പദ്ധതി ഇവിടെ ആദ്യമായിട്ടല്ല വന്നിട്ടുള്ളത്, ഇനി മുന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നമ്മൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് പിങ്ക് ഓട്ടോ എന്നുള്ള ലെവലിൽ നമ്മളിവിടെ ഒരുവിധം ഓട്ടോറിക്ഷകളൊക്കെ പിങ്ക് ലെവലിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള എല്ലാ ഓട്ടോകളും മാന്യമായിട്ട് തന്നെയാണ് യാത്രയ്ക്ക് മേടിക്കണുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്ന്. നിരക്കലിനെ മേടിക്കാൻ പോകുള്ള പൈസ കൂടുതൽ മേടിക്കാൻ പോകുന്നത് സാധാരണ ഓൾറെഡി നമ്മുടെ തൃശ്ശൂർക്കാർ മൊത്തത്തിൽ എല്ലാവരും മീറ്റർ ചാർജിൻ്റെ ഇവിടുന്ന് മേടിക്കാറുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും കൂടി ചെയ്യില്ല. ഇന്നവരേക്കും ഇപ്പോൾ ഈ കലോത്സവം ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ തുടങ്ങിയിട്ട് വരയ്ക്ക് പൊട്ടാഭിപ്രായം ആരും ഇവിടെ പറഞ്ഞു കേട്ടില്ല. പിന്നെ പല ആൾക്കാരും നമ്മൾ സൗജന്യമായിട്ട് കൊണ്ടുവന്നാക്കുന്നുമുണ്ട്, പല ഇതിലും നമ്മൾ കൊണ്ടുവന്നാക്കുന്നുണ്ട്. ഇപ്പോൾ DFI ഭാഗമായിട്ടൊക്കെ അവരിപ്പോൾ 4-5 ഓട്ടം നമ്മുടെ ഭാഗമായിട്ട് ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളും ഇപ്പോൾ ചെറിയ ദൂരത്തേക്ക് കാണുമ്പോൾ ഇപ്പോൾ തീരെ പറ്റാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് നമ്മളതിനനുസരിച്ച് പെരുമാറുന്നുണ്ട്. നമ്മളങ്ങനെ വഴിവിട്ട രീതിയിലൊന്നും ഇവിടെ ആരും ഓട്ടോറിക്ഷക്കാർ പെരുമാറുന്നില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും. അപ്പം നമ്മുടെ നാട്ടിലുള്ള സുരക്ഷ അത്രത്തോളം മോശമാണെന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരത്തെ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് നമ്മുടെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമാണ് തന്നെയല്ലേ അഭിപ്രായം? അത് വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണ്, വളരെ സുരക്ഷിതമാണ്. അതിപ്പോൾ ഈ കലോത്സവം വന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂർക്കാരെ ഓട്ടോറിക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ എല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ്. ഈ സ്ത്രീകളായാലും കുട്ടികളായാലും ആരായാലും ഓട്ടോറിക്ഷയുടെ കയറുന്ന ആൾക്കാരെ നമ്മൾ മാന്യമായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്തിട്ട് നമ്മൾ അവരെത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കാറുണ്ട്. സുരക്ഷിത ഭാഗമായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഈ നടപടി കൊണ്ടുവന്നതിൽ ഇത് ആ സുരക്ഷമില്ലാത്ത രീതിയിലല്ല, ഒന്നും കൂടി നമ്മൾ അതിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പദ്ധതി കൊണ്ടുവന്നത്. സ്ത്രീക്ക് ഇവിടെ സുരക്ഷിത ഉറപ്പാക്കിയിട്ട് തന്നെ ഈ ഗവൺമെൻറ് കൊണ്ട് നടക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. അതിൽ ആ കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏത് സമയവും സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന അധിക ചാർജുകളൊന്നും ഈടാക്കാത്ത ഓട്ടോറിക്ഷകളെല്ലാം കലോത്സവ വേദികളുടെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ഓട്ടോയിൽ റൈഡ് ചെയ്യുക. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.